മൗനം അവസാനിപ്പിച്ച് ഇതാ ലക്ഷ്മി ഒരു ചാനലിന് മറുപടി കൊടുത്തിരിക്കുന്നു. നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ ബാലഭാസ്കറിന്റെ ആരാധകർ എല്ലാത്തിനുമുള്ള മറുപടിയുമായി ലക്ഷ്മി ഇതാ രംഗത്തെത്തിയിരിക്കുന്നു. മനോരമ ന്യൂസ് എന്ന ചാനലിലാണ് ലക്ഷ്മിക്ക് അറിയാവുന്ന എല്ലാ സത്യങ്ങളും പുറത്തുവിട്ടുകൊണ്ട് ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. ഫുൾ ഇന്റർവ്യൂ അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. ശേഷം ഇന്ന് വൈകുന്നേരത്തോളം അവർ പബ്ലിഷ് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ലക്ഷ്മിയുടെ ചില ബൈറ്റ്സ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ലക്ഷ്മി പറയുന്നുണ്ട്, തനിക്കൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല, ആരും തന്നെ തടങ്കലിലാക്കിയിട്ടുമില്ല, ആർക്കും അതിന്റെ ആവശ്യമില്ല. താനൊരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്. തന്റെ ഒരുപാട് കാലത്തിന് ശേഷം കാത്തിരുന്ന ഒരു മോളാണ് പോയത്, തന്റെ ഭർത്താവാണ് പോയത്, തനിക്കിനി അവരെ നഷ്ടപ്പെടാനില്ല. പിന്നെ ഇത്രയും കാലം ഒന്നും പറയാത്തതിന്റെ കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ വലിച്ചിഴച്ച് സംസാരിക്കേണ്ട കാര്യമായി തനിക്ക് തോന്നി. അതുമാത്രമല്ല, ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും പുറത്ത് പറയാൻ കഴിയില്ല, കാരണം കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ലിമിറ്റേഷൻസും തനിക്കുണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കുമായിരിക്കും എന്തുകൊണ്ട് ഇപ്പോൾ വന്ന് പറയുന്നുവെന്ന്. അത് പറയാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാലഭാസ്കറിനെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ജനങ്ങളുണ്ട്. ബാലഭാസ്കർ എന്ന വ്യക്തിയെയും അതുപോലെ തന്നെ ബാലഭാസ്കറിന്റെ പാട്ടും സ്നേഹിക്കുന്ന കുറെ ജനങ്ങളുണ്ട്. അവരോട് എനിക്ക് ചില സത്യങ്ങൾ പറയണമെന്ന് തോന്നി. മാത്രമല്ല, കാലം പോവും തോറും ബാലഭാസ്കറിനെ നെഗറ്റിവിറ്റിയിലേക്ക് തള്ളിവിടുന്നതായി ഒരു തുറന്നു പറച്ചിലുള്ള റൈറ്റ് ടൈം ഇതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാം വന്ന് പറയുന്നത്. അതുമാത്രമല്ല, ലക്ഷ്മി ഒന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ സത്യങ്ങൾ, എനിക്കറിയാവുന്ന സത്യങ്ങൾ തുറന്നു പറഞ്ഞു എന്ന് വെച്ചാലും എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല എന്ന് കൂടി ലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? കമന്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.